ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. എന്താ പറയുക, മഴയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങാം, കൂടുതൽ നേരം ഉറങ്ങാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പിള്ളേർക്കൊന്നും സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. ഇവിടെ കർക്കിടക മാസം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വയ്യെങ്കിലും രാവിലെ നീച്ചൊന്ന് കുളിച്ച് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ വയ്യാത്തൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ ഇന്ന്. എന്താ ഈ രാവിലെ നീക്കുമ്പോൾ മഴയൊക്കെ ആയ കാരണം തോന്നുന്നു ഒരുപാട് അസ്വസ്ഥതകൾ, എന്താ പറയുക, ക്ഷീണം തോന്നുക, അതുപോലെ ജലദോഷം. എന്താ നമുക്ക് ജലദോഷം ഉണ്ടായാൽ തന്നെ നമുക്ക് ഒന്നിനൊരു സുഖം ഉണ്ടായിരിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് രാവിലെ നീച്ചെന്നല്ലേ പറ്റുള്ളൂ. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കാണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസും വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം എപ്പോഴാണ് ഗ്യാപ്പ് കിട്ടണമെന്ന് ഉഷാറായി തോന്നുന്നത്, ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഇടയിലാണ് ചെന്ന കുഞ്ഞാറ്റ വന്നിട്ട് ഓരോ ശബ്ദം ഉണ്ടാക്കലും, ആകെ ചില സമയത്തൊക്കെ ആകെ കലപ്പിലായിരിക്കും കേട്ടോ. രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ കണി കാണുന്നത് തൊട്ടടുത്ത് വീട്ടിൽ മയിലിനെ കേട്ടോ. നല്ല രസം, ഒരു ആൺമയിലായിരുന്നു. അതിങ്ങനെ പീലി വിടർത്തിയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നീച്ച് വന്നിട്ട് ഈ മയിലിനെ കണിയാണിപ്പോൾ ഭയങ്കര രസം തോന്നി. കുഞ്ഞാറ്റി സനി ഒന്നും നീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ അവർക്ക് ആ മയിലിനെ കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ഫോണ് കയ്യിലുണ്ടായിരുന്നില്ല, മയിലിനെ കണ്ടപ്പോൾ ഓടിപ്പോയി വേഗം ഫോൺ എടുത്ത് വന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ, അവർക്കും കാണിച്ചു കൊടുക്കാൻ. സനുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മയിലിനെയൊക്കെ കാണുന്നത്. കുഞ്ഞാറ്റ പല്ല് തേക്കണ്ട, എവിടെ നോക്കട്ടെ, എന്നിട്ട് ഈ കാട്ട് ഇങ്ങോട്ട് കയറി പന്ന. വാ, ഓ മുമ്പൊന്നുമില്ല അവിടെ. കുഞ്ഞ പല്ലേക്ക് പിന്നെ അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പല്ലൊക്കെ തേച്ച്. അതിന് പല്ല് തേക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റിയും തേക്കുന്നത്. കുഞ്ഞാറ്റിക്ക് ഒരു കുഞ്ഞ് ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ രാവിലെ തല നനച്ചിട്ടുണ്ടായിരുന്നു, മേല് കഴുകിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ വിളക്ക് വെച്ചത്. അപ്പം എന്താ അതുകൊണ്ടാണ് ഇങ്ങനെ മുടി കെട്ടിയത്. കർക്കിടക മാസമായിട്ട് കുളിയും ജപമൊന്നുമില്ലേ വിചാരിക്കില്ലേ. എന്താ പറയുക, നമുക്ക് വയ്യെങ്കിൽ പിന്നെ ഒന്നിനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. തീരെ വയ്യായിരുന്നു കേട്ടോ രാവിലെ നീക്കുമ്പോൾ. അപ്പം അങ്ങനെ നീച്ച് വന്നിട്ട് വേഗം മേലൊക്കെ കഴുകിയതിന് ശേഷം വിളക്ക് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് നേരം ആദ്യമൊക്കെ പിടിച്ചപ്പോൾ പിന്നെ ഒന്ന് ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ വീഡിയോ എടുക്കണ്ടെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊന്ന് ഉഷാറായി കഴിഞ്ഞപ്പോൾ പിന്നെയും വീഡിയോ എടുത്തു തുടങ്ങി. അപ്പം എന്താ നമ്മളെ സനുവിൻ്റെ പല്ല് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു മാസം ആയിട്ടില്ല തോന്നുന്നു, എന്നാലും പെട്ടെന്ന് അവളുടെ പല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പല്ല് തേച്ച് കഴിഞ്ഞാൽ അവളുടെ പല്ലിങ്ങനെ നുഴഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ കോണോടൊക്കെ ആയിട്ട് വന്നാൽ എൻ്റെ പല്ല് അങ്ങനെ ഉണ്ട്. ഇവിടെ അമ്മ എപ്പോഴും ചീത്ത പറയും, അവളുടെ പല്ല് എപ്പോഴും പല്ല് തേക്കുമ്പോൾ അങ്ങനെ നുഴഞ്ഞു കൊടുക്കണം എന്ന് പറയണ്ട. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ മറന്നാൽ പോലും സനു അങ്ങനെ അവൾ പറയാറുണ്ട് കേട്ടോ, അമ്മ ഇത് നുഴഞ്ഞ് അങ്ങനെ പല്ല് ഇതാക്കി തായോ എന്ന് അവൾ എപ്പോഴും വന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ പിള്ളേരേനെയും മേല് കഴിപ്പിക്കുകയാണ് ചെയ്തത്. അവർക്കും ഒരു വയ്യാത്ത പോലെ ഉണ്ടായിരുന്നു. സനുവിനൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ചുമയും ജലദോഷത്തിൻ്റെ ലക്ഷണമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. സനുവിനും കുഞ്ഞാറ്റയ്ക്കും ദോശയാണ് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട്. അവർക്ക് ദോശയാണ് ഭയങ്കര ഇഷ്ടം. ഇഡ്ഡലി ഉണ്ടാക്കി അവരങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അവർക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല മുരിച്ചിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാനാണ് ചെയ്യാറുള്ളത്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു കടല തലേ ദിവസം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എന്തായാലും കറി വെക്കാമെന്ന് വിചാരിച്ചു. കടലയാകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതിലത്തെ കടല പെറുക്കി തിന്നാനും ഇവിടെ പിള്ളേർക്കും ഇഷ്ടമാണ്. അവർ കടല കഴുകിയിട്ട് കടല മാത്രമായിട്ട് പെറുക്കി തിന്നും കേട്ടോ. ഉപ്പേരി വെച്ചാലും ഇഷ്ടമാണ്, കടല കറി ആയാലും ഇഷ്ടമാണ്. രാവിലത്തെ ഇഡ്ഡലിയും പിന്നെന്താ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാനൊരു പാരസെറ്റമോൾ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ പനി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ വേഗം എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു വെച്ചാൽ വേഗം പാരസെറ്റമോൾ കഴിക്കാണ്ട് ചെയ്യാറില്ല. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ആശ്വാസം കിട്ടാറുണ്ട്. ആ ഒരു ഗുളിക കഴിച്ചുകൊണ്ട് മാത്രമാവട്ടെ ചിലപ്പോൾ പനി വരാതിരുന്നത്, അത്രയും വയ്യായ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ. ഉച്ചയ്ക്കായപ്പോൾ പൂർണ്ണമായിട്ടും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു.
പിന്നെ നല്ല ഫ്രഷ് കയ്പ്പയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഉപ്പേരിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം കയ്പ്പയ്ക്ക അച്ചാറിടാനാണ് കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഉപ്പേരിയാണ് നല്ല ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുറേ നാളായി കയ്പ്പയ്ക്ക ഉപ്പേരി കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പേരിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഇവിടെ അമ്പലത്തിൽ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്പലമൊക്കെ ഉള്ളത്. അപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ രാമായണം ചൊല്ലണതും രാവിലെയും വൈകുന്നേരമൊക്കെ രാമായണം ചൊല്ലണതൊക്കെ അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന മരുന്ന് കഞ്ഞിയൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ്. പക്ഷെ ഞാനത് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വീട്ടിൽ ഉണ്ടാക്കണില്ല. എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അവിടെ എൻ്റെ വീട്ടിലൊക്കെ മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഏട്ടനൊക്കെ പോയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല, ആരും കഴിക്കാനില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. എനിക്കൊന്നും ഇഷ്ടമല്ല. പക്ഷെ അത് കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ എന്താ പറയുക, തണ്ടലിനും നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി. കർക്കിടക കഞ്ഞി എന്നാണ് കേട്ടോ ഇവിടെ പറയാല്ലേ. അങ്ങനെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടോ പക്ഷെ എനിക്ക് അതിൻ്റെ സ്മെല്ല് കേൾക്കണതേ ഇഷ്ടമല്ല കേട്ടോ. 1-ാം തീയതി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഓരോ മാസം 1-ാം തീയതി വരുമ്പോൾ ഇന്നെങ്കിലും നല്ല കുട്ടിയാവണം, എന്താ പറയുക, കുളിച്ച് നല്ല സുന്ദരിയായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇന്ന് നന്നായിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ പറയാറില്ലേ. ഞങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ 1-ാം തീയതി നമ്മൾ പറയും ഇന്നിപ്പോൾ നല്ല ദിവസമാണ്, ഇന്ന് എല്ലാ കാര്യത്തിനും തുടക്കം വയ്ക്കാൻ പറ്റിയ ഒരു ദിവസമാണ്, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, അതുപോലെ പല കാര്യങ്ങളും ഞങ്ങൾ അങ്ങനെ പറയാറുണ്ട്. അതിന് ശരിക്കും നല്ലൊരു ഓർമ്മ തന്നെയാണ് കേട്ടോ. എല്ലാ മാസവും 1-ാം തീയതി നന്നാവണം എന്ന് പറയണം ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഞാൻ വീഡിയോ എടുത്തതിൻ്റെ 2-ാം ദിവസത്തെയും കൂടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇനോഗ്രേഷൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയതാണ് കേട്ടോ. അടിപൊളി വമ്പൻ പരിപാടി തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടുകാരെല്ലാവരും തന്നെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, ഒത്തിരി ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് തരം വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരമാണ് കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. ഒരു 5 മണി മുതൽ രാത്രി 10 മണി വരെയായിരുന്നു ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പം ഞാനും അമ്മയും സനും കൂടിയിട്ടാണ് കേട്ടോ പോയത്. കുഞ്ഞാറ്റേനെ ഇവിടെ വീട്ടിൽ കിടത്തി ഉറക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴാണെന്ന് വെച്ചാൽ എന്താ കഴിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് റൈസും ചിക്കൻ കറിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു മസാല ദോശയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി കഴിക്കാൻ ഗ്യാപ്പില്ലാത്ത കാരണം എല്ലാവരും കൂടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ചേച്ചിയുടെയും അതുപോലെ അമ്മയുടെ നിന്നൊക്കെ ഷെയർ ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. കപ്പയും മീൻകറിയും പിന്നെ എന്തൊക്കെയോ പൊറോട്ട, അതുപോലെ പേര് കേൾക്കാത്ത പല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാതും വാങ്ങാത്ത കാരണം പിന്നെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെന്താ, എന്ത് വാങ്ങിയില്ലെങ്കിൽ ഐസ്ക്രീം കണ്ടാൽ പിന്നെ നമ്മളത് വാങ്ങാതിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസ്ക്രീം പലതരത്തിലുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നു. എന്താ പറയുക, ചോക്ലേറ്റിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ ഏതാ പേര് കിട്ടുന്നില്ല, സ്ട്രോബെറിയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രോബെറിയുടെയും പിന്നെ മാംഗോ ഐസ്ക്രീമും കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സനു ഐസ്ക്രീം കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, അവളുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം 1-2 വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ചോളകപ്പൊരി, അതുപോലെ തന്നെ പഞ്ഞിമിഠായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നന്നായിട്ട് തന്നെ വയറ് നിറഞ്ഞു. പിന്നെ അതിനുശേഷം ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഗാനമേളയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല പാട്ടുകൾ, കലാമടിയുടെ നാടൻ പാട്ടുകൾ, അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പാട്ടങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും അതിൻ്റെ കൂടെ തുള്ളിച്ചാടാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൂടെ കളിക്കാനും അവിടെ പോയിട്ട് സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ട് തുള്ളിച്ചാടാനൊക്കെ നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കെന്തായാലും ഈ പ്രോഗ്രാം ഫുള്ളായിട്ടും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വീട്ടിൽ നിന്നുള്ള വിളി വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ നീച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് ഫുള്ള് കാണുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു 8-8:30 ആകുമ്പോൾ പോന്നിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ പഞ്ഞിമിഠായി കഴിക്കുന്നത് സനു എടുത്തതാണ് കേട്ടത്. അടിപൊളി പരിപാടിയും കണ്ടു, വയറ് നിറച്ച് ഫുഡും കഴിച്ച്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കടന്നു പോയി. അപ്പം നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ.